കൊല്ലത്ത് വീട്ടമ്മയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും MDMA ഉപയോഗിച്ചിരുന്നതായി പ്രോസിക്യൂഷൻ. ഇരുവരും ലഹരിക്കടിമകളാണ്. ശ്രീകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് അജ്മൽ കാർ മുന്നോട്ടെടുത്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വ്യക്തമാക്കി. പ്രതികളെ കോടതി 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് കസ്റ്റഡിയിൽ പ്രതികൾ ഇപ്പോഴുണ്ട്. വിവരങ്ങൾ ദിലീപ് ദേവസ്യ നൽകും. ദിലീപ് ദേവസ്യ, മൈനാഗപ്പള്ളിയിലെ കാറിടിച്ചു കൊലപാതകം, അതിന് പിന്നാലെയുള്ള അന്വേഷണം, ഇരുവരുടെയും ലഹരി ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ MDMA പോലെയുള്ള രാസലഹരിക്ക് അടിമകളാണ് ഇരുവരുമെന്ന വെളിപ്പെടുത്തലിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? കോടതി ഇപ്പോൾ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടിട്ടുണ്ട്. അതായത് ആദ്യം ഇവർ ചോദിച്ചിരിക്കുന്നത് 4 ദിവസമായിരുന്നു, 3 ദിവസമായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ നൽകിയിരിക്കുന്നത് 2 ദിവസമാണ്. കാരണം ഇവർക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് നിലവിൽ പ്രോസിക്യൂഷൻ വാദിച്ചു. പിന്നീട് ഇവരെ തെളിവെടുപ്പ് നടത്തേണ്ട കാര്യങ്ങളുണ്ടെന്ന് വാദിച്ചു. ഈ ശ്രീകുട്ടിയെ പ്രതിയാക്കുന്ന കാര്യത്തിൽ അടക്കം വാദങ്ങൾ നടന്നു. ഈ സമയത്ത് പ്രതിഭാഗം വക്കീൽ ചോദിച്ചത് ഒരു ഡോക്ടർ എന്ന പരിഗണന നൽകണം, സ്ത്രീ എന്ന പരിഗണന നൽകണം, കൂടാതെ വാഹനത്തിൻ്റെ പുറകിലിരിക്കുന്ന ഒരാൾ എങ്ങനെ പ്രതിയാകും, അങ്ങനെയെങ്കിൽ രാജ്യത്തെ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം, ബസ് ആക്സിഡൻറ്റ് സംഭവിച്ചാൽ വാഹനത്തിലുള്ള എല്ലാവരും പ്രതികളാകുമോ എന്നുള്ള ചോദ്യങ്ങളടക്കം വന്നു. ഈ സംഭവത്തിലാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഇവർ MDMAക്ക് അടിമകളാണ്. ഇത് വൈദ്യ പരിശോധനയിൽ ഇക്കാര്യം തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തേണ്ട ആവശ്യങ്ങളുണ്ട്, ഫിംഗർ പ്രിൻ്റ് എടുക്കണം എന്നടക്കം പ്രോസിക്യൂഷൻ വാദിച്ചു. അതിനെതിരെയായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദമുണ്ടായിരുന്നത്. പ്രതിഭാഗം പറയുന്നത് ഒരു തരത്തിൽ ഒരു സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ട് ഈ ഡോക്ടറെ വിട്ടു നൽകണം. അവിടെ ഒരു അപകടം നടന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇതൊരു കൊലപാതകമല്ല എന്ന് പ്രതിഭാഗം വാദിക്കുമ്പോഴും ഡോക്ടർ എന്ന പരിഗണന ഈ ശ്രീകുട്ടിക്ക് നൽകാൻ സാധിക്കില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. സംഭവങ്ങൾക്കൊടുവിൽ കോടതി 2 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇനി ഈ 2 ദിവസത്തിനുള്ളിൽ ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. ഈ സമയത്ത് തെളിവെടുപ്പും ഫിംഗർ പ്രിൻ്റ് ശേഖരിക്കുക എന്നുള്ള കാര്യങ്ങളടക്കം ഉണ്ടായത്. ഇവർ മദ്യപിച്ചു എന്ന് പറയുന്ന വീട്ടിൽ പോകണം. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതി അജ്മലിൻ്റെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം നടപടികളാണ് ഇനി ഉണ്ടാകുക. സുജയ.